ഞാൻ യൂസ് ചെയ്യുന്നത് 60x60 കുക്കിംഗ് റേഞ്ച് ഓവനാണ്. ഞാൻ യൂസ് ചെയ്യുന്ന കുക്കിംഗ് റേഞ്ചിൽ 6 നോബാണ് വരുന്നത്. ചില കുക്കിംഗ് റേഞ്ചുകളിൽ 7 നോബ് വരാറുണ്ട്. അതായത് 60x60 വേറെ പല മോഡലുകളിലും 7 നോബുകൾ വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ 2 നോബുകൾ, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ 2 നോബുകൾ, മിഡിലും 2 നോബുകൾ വരുന്നുണ്ട്. ആദ്യം റൈറ്റ് സൈഡിൽ വരുന്ന 2 നോബുകൾ റൈറ്റ് സൈഡിലെ ബർണറിലേക്കും ലെഫ്റ്റ് സൈഡിൽ വരുന്ന 2 നോബുകൾ ലെഫ്റ്റ് സൈഡിലുള്ള ബർണറിലേക്കുമാണ് യൂസ് ചെയ്യുന്നത്. നടുക്ക് 2 നോബ് വരുന്നുണ്ട്. അതിലൊരെണ്ണം ബേക്കിങ്ങിനും ഗ്രില്ലിങ്ങിനും ഉള്ളതാണ്. മറ്റേത് ടൈമറിൻ്റെ നോബാണ്. ചില ഓവനുകളിൽ ബേക്കിങ്ങിന് വേറെ നോബ്, ഗ്രില്ലിങ്ങിന് വേറെ നോബ്, ടൈമറിന് സെപ്പറേറ്റ് നോബ്, ഇങ്ങനെ 3 നോബുകൾ വരുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഓവനിൽ ബേക്കിങ്ങിനും ഗ്രില്ലിങ്ങിനും കൂടി ഒരു നോബേ വരുന്നുള്ളൂ. ഇനി ഇതെങ്ങനെയാണ് ബേക്കിങ്ങിൻ്റെ പർപ്പസിനായിട്ട് അല്ലെങ്കിൽ ഗ്രില്ലിങ്ങിൻ്റെ പർപ്പസിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ലൈറ്റ് ഒന്ന് ഓണാക്കി കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് സിമെൻസിൻ്റെ ഗ്യാസ് കുക്കിംഗ് റേഞ്ചസ് ആണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും 5 റാക്കുകളുണ്ട്. അതിൽ ഞാൻ മിഡിൽ റാക്കിലാണ് ഈ തട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഞാൻ ബേക്കിങ്ങിനായിട്ട് മിഡിൽ റാക്കിലാണ് വെച്ച് കൊടുക്കാറുള്ളത്. ഇതുപോലെ മിഡിൽ റാക്കിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് ടൈം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി സെക്കൻഡ് റാക്കിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഗ്രില്ലിംഗ് പർപ്പസിനായിട്ട് ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്ക് ബേക്കിംഗ് എങ്ങനെ ചെയ്യാം നോക്കാം. തട്ടഴിച്ചു കൊടുത്ത് നമുക്ക് മിഡിൽ റാക്കിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക. ഒരു 170 ഡിഗ്രിയിൽ അല്ലെങ്കിൽ ഒരു 160 ഡിഗ്രിയിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് ടൈമർ സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓണാക്കി കൊടുക്കാം. അപ്പോൾ താഴത്തെ ബർണർ കത്തുന്നതായിരിക്കും. ഇതിൽ മൊത്തം 2 ബർണറാണുള്ളത്. ഒന്ന് മുകളിലെ ബർണർ, പിന്നെ ഒരെണ്ണം താഴെ ബർണർ. താഴത്തെ ബർണർ ബേക്കിങ്ങിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, മുകളിലെ ബർണർ ഗ്രില്ലിങ്ങിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് ടൈമർ സെറ്റ് ചെയ്ത് നമുക്ക് ഓവൻ അടച്ചു വെച്ച് ഒരു 10 to 15 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. കുക്കിംഗ് റേഞ്ചസ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബേക്കിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും താഴത്തെ ബർണറാണ് യൂസ് ചെയ്യേണ്ടത്. മുകളിലെ ബർണർ ഗ്രില്ലിംഗ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. 2 ബർണറും യൂസ് ചെയ്തത്. അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കേക്ക് കരിഞ്ഞ് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ബേക്കിങ്ങിന് എപ്പോഴും താഴത്തെ ബർണറാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി അടുത്തായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഓവൻ്റെ ടെമ്പറേച്ചറെ കുറിച്ചാണ്. ഓവൻ ടെമ്പറേച്ചർ ഏത് ഓവൺ ആണെങ്കിലും, OTG ആണെങ്കിലും കൺവെക്ഷൻ ആണെങ്കിലും കുക്കിംഗ് റേഞ്ചസ് ആണെങ്കിലും ഓവൻ്റെ ടെമ്പറേച്ചർ ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു ഓവൻ തെർമോമീറ്റർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് ടൈമർ സെറ്റ് ചെയ്യുക. ഒരു 10 to 15 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനിടാം. ഇനി നമുക്ക് നമ്മുടെ ഓവൻ ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി ഓവൻ തെർമോമീറ്റർ വെച്ചിട്ട് 180 ഡിഗ്രിയിൽ 10 to 15 മിനിറ്റ് വരെ പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഈ 15 മിനിറ്റിന് ശേഷം നമുക്ക് ഓവൻ തെർമോമീറ്ററിൽ എത്രയാണ് ടെമ്പറേച്ചർ കാണിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ 180 ഇട്ടത് 200ൻ്റെ മേലെ ഇല്ലെങ്കിൽ 200 വരെയൊക്കെ കാണിക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ബേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു 170 160 ഇട്ട് ബേക്ക് ചെയ്യാവുന്നതാണ്. ബാറ്റർ തയ്യാറാക്കി കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഓവൻ്റെ അകത്തേക്ക് വെക്കാൻ നോക്കണം. കുറേ നേരം ഓവൻ തുറന്ന് വെക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓവൻ്റെ ടെമ്പറേച്ചർ വീണ്ടും കുറയാനുള്ള ചാൻസ് ഉണ്ട്. അത് 170 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 180 എന്ന് പറയുന്നത് ഒരു 20-30 ഡിഗ്രി വരെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബാറ്റർ തയ്യാറായി കഴിഞ്ഞതും എത്രയും പെട്ടെന്ന് നമ്മൾ ആ ബാറ്റർ ഓവൻ്റെ ഉള്ളിലേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കുക. ഇനി ഓവൻ തെർമോമീറ്റർ ഇല്ലാത്തവർ ആദ്യം 180 ഡിഗ്രിയിൽ ഒന്ന് ബേക്ക് ചെയ്ത് നോക്കുക. കേക്ക് കരിഞ്ഞു വരികയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ബേക്ക് ചെയ്യുന്ന സമയത്ത് 170 160 ഇട്ട് ബേക്ക് ചെയ്ത് നിങ്ങളുടെ ഓവൻ ടെമ്പറേച്ചർ മനസ്സിലാക്കി അതിനനുസരിച്ച് ബേക്ക് ചെയ്യാവുന്നതാണ്. ബേക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പാൻ രണ്ടും അടുപ്പിച്ച് വെക്കാതിരിക്കുക. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈവനായിട്ടത് നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി ചിക്കൻ എങ്ങനെയാണ് ഗ്രിൽ ചെയ്യുന്നത് നോക്കാം. ഞാനിതുപോലെ ട്രേയിൽ വെച്ചിട്ടാണ് ചിക്കൻ ഗ്രിൽ ചെയ്തെടുക്കാറുള്ളത്. ഈ ട്രേയുടെ കൂടെ വരുന്നതാണ് ഈ തട്ടും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ചിക്കൻ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്ത് ഗ്രിൽ ഓപ്ഷനിൽ സെറ്റ് ചെയ്ത്
ടൈമർ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഗ്രില്ല് ചെയ്തെടുക്കാറുള്ളത്. ഏകദേശം 1 മണിക്കൂർ ടൈമർ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ചിക്കനിൽ നിന്ന് വരുന്ന ഓയിലൊന്നും താഴെ പോകാതെ ഈ ട്രേയിൽ തന്നെ സ്റ്റോർ ആകും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഓവൻ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും യൂസ് ചെയ്യാനും പറ്റുന്നതാണ്. ബേക്കിങ്ങിനും കൂടി യൂസ് ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും ഓവൻ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഈ ട്രേ സെപ്പറേറ്റ് വാങ്ങിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവൻ്റെ കൂടെ വരുന്ന ട്രേ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.